ഒരു കല്യാണം നടക്കാൻ പോവാണ്. നമ്മുടെ കഥാനായകന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ കല്യാണം. ഇവരെ കണ്ട കല്യാണം മുന്നിൽ നിന്ന് നടത്തുന്നവരായിട്ട് തോന്നും. പക്ഷെ വെറും തെറ്റിദ്ധാരണയാണ്. അതിവിദഗ്ധമായി കല്യാണപ്പെണ്ണിന്റെ വെയിറ്റിംഗ് റൂമിലേക്ക് ആരെയും കടത്തിവിടാതിരിക്കാനുള്ള മിഷനിലാണ് ഈ മൂന്നംഗ സംഘം. വുയോനും സെങ്ങിയും ആദ്യമായിട്ട് കാണുന്നത് സ്കൂളിൽ വെച്ചിട്ടാണ്. ഫുൾ ടൈം തല്ലുണ്ടാക്കി നടക്കുന്ന ടീച്ചേഴ്സിന്റെ കണ്ണിലേക്ക് ഒരു കരട് എന്ന് പറയാൻ പറ്റുന്ന ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അതുപോലെയായിരുന്നു വുയോൻ. സെങ്ങി അവരുടെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് ടീച്ചേഴ്സിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ അവിടെ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് പണിഷ്മെന്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വുയോൻ. നല്ല അടിപൊളി ഫസ്റ്റ് ഇംപ്രഷൻ. സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ സെങ്ങിക്ക് കുറേ ഫാൻസ് ആയി. സ്കൂളിൽ വലിയ നേതാവ് കളിച്ച് നടക്കുന്ന ഒരുത്തൻ അവളെ ബുക്ക് ചെയ്ത് വെക്കുക വരെ ചെയ്തു. അവന്റെ ആളാണ്, വേറെ ആരും നോക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അവന്റെ ശല്യം കൂടി കൂടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സെങ്ങിയാണെങ്കിൽ ഇതിലൊന്നും ശ്രദ്ധിക്കാതെ ഫുൾ ടൈം പഠിപ്പൊക്കെ ആയിട്ട് നടക്കായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പുറത്തു പോയി തൊബ്ബുക്കി കഴിക്കാനായിട്ട് പോവാറുണ്ട്. വുയോനെയും കൂട്ടിയിട്ടാണ് ക്ലാസ് കട്ട് ചെയ്ത് തൊബ്ബുക്കി കഴിക്കാൻ പോയിരുന്നത്. അവനായിട്ട് മാത്രമേ സെങ്ങി കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ നേരത്തെ പറഞ്ഞ ആ നേതാവിന്റെ ശല്യം മാറ്റാനായിട്ട് വുയോൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ തമ്മിൽ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ നിന്നെ ശല്യം ചെയ്യില്ല എന്നുള്ളൊരു ഐഡിയ ആണ് വുയോൻ കൊടുക്കുന്നത്. സെങ്ങി ഒന്ന് ആലോചിച്ചതിന് ശേഷം പറയുന്നുണ്ട്, നീ ഈ അടി ഉണ്ടാക്കല് നിർത്തുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാന്ന്. അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി. മറ്റവനോട് ഇവര് തമ്മിൽ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവളെ ശല്യം ചെയ്യല് നിർത്തി. പിന്നെ അങ്ങോട്ട് വുയോന്റെ മേലോട്ടായി. ഇവര് തമ്മിൽ പണ്ടേ തല്ലായിരുന്നെങ്കിലും ഇപ്പൊ സെങ്ങിയുടെ കാര്യം കൂടെ ആയപ്പോ മറ്റവന് നല്ലോണം കൊണ്ടിട്ടുണ്ട്. അവൻ വുയോന്റെ അടുത്തേക്ക് വന്ന് തല്ലുണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സെങ്ങിക്ക് കൊടുത്ത വാക്ക് കാരണം വുയോൻ തിരിച്ചടിക്കുന്നില്ല. ഇങ്ങോട്ട് അടി കിട്ടിയിട്ടും തിരിച്ചടിക്കാത്തതൊക്കെ കാണുമ്പോ സെങ്ങി ഒന്ന് ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. കാരണം അവളുടെ വാക്ക് മാത്രം കാരണമാണല്ലോ അവൻ തിരിച്ചടിക്കാതിരുന്നത്. സെങ്ങിക്ക് കാര്യങ്ങളൊക്കെ നല്ല പ്ലാനോട് കൂടിയായിരുന്നു അവള് പോയിക്കൊണ്ടിരുന്നത്. വുയോനാണെങ്കിൽ നോക്കാം, എന്തെങ്കിലും ആവട്ടെ, സ്കൂൾ കഴിയട്ടെ, എന്നിട്ട് വല്ല ജോലിക്ക് പോവാന്നുള്ളൊരു മൂഡാണ്. കോളേജിൽ പോകാനുള്ള പ്ലാൻ ഒന്നും അവൻ ഉണ്ടായിരുന്നില്ല. സെങ്ങി അവനെ പറഞ്ഞ് കോളേജിൽ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിൽ പോക്കും ക്ലാസ് കട്ട് ചെയ്ത് ടൊബുക്കി കഴിക്കാൻ പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം സെങ്ങി ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങള് പോയി അവള് പിന്നെ ക്ലാസ്സിലേക്ക് വരാതെയായി. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് വുയോൻ അവളെ അന്വേഷിച്ച് അവളുടെ വീടുള്ള ഏരിയയിലേക്ക് പോയി. അങ്ങനെ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു ഹെയർ സലൂണിന്റെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടുത്തെ ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. അവിടെ നോക്കുമ്പോൾ അതിനുള്ളില് സെങ്ങി ഉണ്ടായിരുന്നു. അവളുടെ അച്ഛനൊരു പ്രശ്നക്കാരനായിരുന്നു. എപ്പോഴൊക്കെ കള്ളു കുടിച്ചാലും വീട്ടില് എപ്പോഴും വഴക്കായിരുന്നു. അങ്ങനെ അവളും അമ്മയും കൂടിയിട്ട് മുന്നുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ഇവളുടെ അച്ഛൻ അറിയാണ്ട് ഒളിച്ചോടി വന്നതായിരുന്നു ഈ സ്ഥലത്തേക്ക്. അയാൾ ഇപ്പൊ ഇവിടെയും കണ്ടുപിടിച്ച് എത്തിയിട്ടുണ്ട്. പിന്നീട് അവള് സ്കൂളിലേക്ക് വന്നിട്ടില്ല. അവള് വേറെ എങ്ങോട്ടോ മാറിപ്പോയി. വുയോനായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. വുയോൻ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി സ്കൂള് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കോളേജിൽ പോകാനായിട്ട് പണ്ടേ ആൾക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ലല്ലോ. ഓരോ ഷോപ്പില് പാർട്ട് ടൈം ഒക്കെ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഒരു കോളേജിന്റെ ബ്രോഷറിൽ സെങ്ങിയുടെ ഫോട്ടോ കാണുന്നത്. ഇനി എങ്ങനെയും ആ കോളേജിൽ കയറണം. അടുത്ത ദിവസം തൊട്ട് ആ കോളേജിലേക്കുള്ള എൻട്രൻസ് എഴുതാനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. വുയോൻ അവനെ തന്നെ സ്വന്തമായിട്ട് ചങ്ങലയിൽ പൂട്ടിയിട്ട് ഒരു റൂമിന്റെ ഉള്ളിൽ മാത്രം ഇരിക്കാൻ തുടങ്ങി. ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡിഗ്രി എടുക്കാനുള്ളതിനുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ഡെഡിക്കേഷൻ. വീട്ടുകാർക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ പഠിക്കാനിരിക്കുന്നത്. പക്ഷെ എൻട്രൻസ് ക്ലിയർ ചെയ്ത് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. കോളേജിൽ ചെന്ന് സെങ്ങിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അവൾ അവിടെ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എത്തി കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നേ സെങ്ങിക്ക് ഓൾറെഡി വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്തൊക്കെ മോഹങ്ങളായിട്ട് വന്നതാ, എല്ലാം ഒറ്റയടിക്ക് ഇല്ലാണ്ടായി. ആകെ ഡെസ്പായി ഈ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിനോട് പറയുമ്പോൾ ഫ്രണ്ട് ഫുൾ മോട്ടിവേഷൻ. ഇപ്പോഴാണെങ്കിൽ അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ളതുകൊണ്ട് വേറൊരുത്തനും അവളെ നോക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അവരെല്ലാവരും നിനക്ക് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇപ്പൊ ഇവൻ മാത്രല്ലേ ഉള്ളൂ. അതൊക്കെ കേട്ടപ്പോ വുയോൻ ഒന്ന് ചാർജ് ആവുന്നുണ്ട്. സെങ്ങിയുടെ ബോയ് ഫ്രണ്ട് കോളേജ് ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണണം, കോളേജിൽ വെച്ച് ഒരുമിച്ച് കാണണം. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല വുയോന്. ആള് ഫുൾ ഒരു നിരാശാകാമുകൻ വൈബിലേക്ക് പോയി. സെങ്ങിയുടെ ബോയ് ഫ്രണ്ട് കോളേജിൽ അത്യാവശ്യം ഫേമസ് ആയിരുന്നു. അപ്പോ ഒരു ദിവസം അവൻ വേറൊരു പെൺകുട്ടിയോട് ഫ്ലേർട്ട് ചെയ്യുന്നത് വുയോൻ കേൾക്കുന്നുണ്ട്.
യൂറോപ്പ് ട്രിപ്പ് പോവാംന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ പെങ്കൊച്ചിനോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നെ. അടുത്ത ദിവസം തന്നെ അവരുടെ ഫുട്ബോൾ ടീമിന് ഒരു മാച്ച് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുന്നേ സെങ്ങിന്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് വുയോൻ. പക്ഷെ വുയോൻ അസൂയയായിട്ട് അവൻ പറയുന്നതാണ് ഇവരെ തമ്മിൽ തെറ്റിക്കാനെന്നാണ് സെങ്ങി വിചാരിക്കുന്നത്. ഇതിന്റെയൊക്കെ കലിപ്പില് അവസാനം ആ മാച്ച് കഴിയുമ്പോ ക്യാപ്റ്റൻ എടുത്തിട്ട് അടിക്കുന്നുണ്ട് വുയോൻ. പിന്നീട് അതിനുശേഷം വുയോനും സെങ്ങി അങ്ങനെ സംസാരിക്കാതെയായി. അതിനുശേഷം വുയോൻ അവിടെയുള്ള 2 വർഷത്തെ കമ്പൽസറി മിലിറ്ററി ട്രെയിനിങ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പോയി. ആ സമയത്തിനുള്ളിൽ സെങ്ങി അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കോളേജിൽ നിന്നും പോയി. വുയോൻ തിരിച്ചെത്തി അവന്റെ ലാസ്റ്റ് ഇയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവനൊരു ഗേൾ ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് അവനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജിമ്മിൽ പാർട്ട് ടൈം ജോബിന് അവൻ പോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് സെങ്ങീനെ വീണ്ടും അവൻ കാണുന്നത്. അവള് ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആക്ടിങ്ങും മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നെ. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ആക്ടിങ് ചെയ്തിട്ടാണ് അവളിപ്പോ ജീവിച്ചുകൊണ്ടിരുന്നത്. ഓരോരോ ആക്ടിങ് വർക്കിനൊക്കെ പോവാനായിട്ട് അവളുടെ ഫ്രണ്ടാണ് അവളെ ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോ ഫ്രണ്ടിന് ഒഴിവില്ലാത്തോണ്ട് അവൻ ഒഴിവുള്ള സമയത്തൊക്കെ ആക്ടിങ്ങിന് പോവാനായിട്ട് അവളെ ഡ്രൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഉള്ളില് ഫീലിങ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവര് തമ്മില് ടൈമിംഗ് ഒരിക്കലും സിങ്ക് ആയിരുന്നില്ല. കോളേജിൽ വെച്ചിട്ട് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കില് അവന് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവനിപ്പോഴും സെങ്ങീനെ ഇഷ്ടാന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞപ്പോ അവൻ ഗേൾ ഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആവുന്നുണ്ട്. സെങ്ങി ഒരു ആക്ടിംഗ് വർക്കിന്റെ ഇടയിലായിരുന്ന സമയത്താണ് വുയോൻ ഇക്കാര്യം വന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ അവൾ അത് ആക്സെപ്റ്റ് ചെയ്യാണ്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ബാനർ അവളുടെ മേലേക്ക് വീഴാൻ വരുന്നത് കണ്ടിട്ട് വുയോൻ ഓടി വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ബാനർ അവന്റെ കയ്യിൽ വീണ് ഷോൾഡർ ഇഞ്ചുറി ആവുന്നുണ്ട്. അടുത്ത ദിവസം അവന് ഫൈനൽസ് ഉണ്ടായിരുന്നതായിരുന്നു, ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ടെസ്റ്റ്. ഈ ഷോൾഡർ ഇഞ്ചുറി കാരണം അവനത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സെങ്ങിയും വുയോനും റിലേഷൻഷിപ്പിലാവുന്നുണ്ട്. അങ്ങനെയായിരുന്നു അവരുടെ സ്കൂൾ മുതലുള്ള പ്രണയം പൂവണിഞ്ഞത്. ഇടയ്ക്ക് അടിപിടികൾ ഉണ്ടാവുമെങ്കിലും അവരിങ്ങനെ ലവ് ഡവി ആയിട്ട് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെങ്ങി വീണ്ടും ഫാഷൻ ഡിസൈനിങ് തന്നെ ചെയ്യാൻ തുടങ്ങി. വുയോന് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ സമയത്തുള്ള ആ ഒരു ഷോൾഡർ ഇഞ്ചുറി കാരണം അവൻ അതിന് സാധിക്കുന്നില്ല. ഇപ്പൊ അവൻ ജിമ്മില് വയസ്സായ ആൾക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് അവൻ വിചാരിച്ച പോലെയൊന്നും പോവാത്തതിന്റെ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു വുയോന്. കോളേജിൽ വന്ന് സെങ്ങിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നല്ലോ. അവന് റിഗ്രറ്റ് ചെയ്യാൻ തുടങ്ങി ഈ തീരുമാനങ്ങളും അവളെ കണ്ടതും ഒക്കെ. സെങ്ങിനെ കണ്ടതുകൊണ്ടാണല്ലോ ഷോൾഡർ ഇഞ്ചുറി ഉണ്ടായതും ഇങ്ങനെ ഇപ്പോ അവൻ വിചാരിച്ച പോലെയുള്ള ഒരു ലൈഫ് ഇല്ലാതായതും. ഇതിനെക്കുറിച്ചൊക്കെ വുയോൻ ഒരു ദിവസം ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെങ്ങി ഇത് കേൾക്കുന്നുണ്ട്. അവൾ ആകെ തകർന്നു പോയി ഇതൊക്കെ കേട്ടിട്ട്. അവര് റിലേഷൻഷിപ്പിലായതെല്ലാം വുയോന്റെ ആഗ്രഹപ്രകാരമായിരുന്നു. ഇപ്പൊ അവൻ ഇങ്ങനെ പറയുമ്പോ അവൾക്കത് വലിയ വിഷമായി. അങ്ങനെ ബുദ്ധിമുട്ടിയ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ ബ്രേക്കപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം അധികം കോണ്ടാക്ട് ഒന്നും രണ്ടുപേര് തമ്മിൽ ഉണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് വുയോന് ഒരു സ്കൂളില് ടീച്ചറായിട്ട് പൊസിഷൻ കിട്ടുന്നുണ്ട്. അവനെ പഠിപ്പിച്ച ഏതോ ഒരു ടീച്ചർ റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു ടെമ്പററി പോസ്റ്റിലേക്കാണ് വുയോൻ ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഈ സന്തോഷ വാർത്ത അറിയിച്ച് തിരിച്ച് പാച്ചപ്പ് ആവാനായിട്ട് വുയോൻ സെങ്ങിനെ കാണാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ അവൾ അതിന് തയ്യാറായിരുന്നില്ല. അവൾക്ക് ബെൽജിയത്തിലേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അവള് അതിനുശേഷം അങ്ങോട്ട് പോകുന്നുണ്ട്. വുയോൻ ടീച്ചിങ് ജോബിൽ കയറി. ആദ്യം ടെമ്പററി ആയിരുന്നു. ഇപ്പൊ അവനൊരു ഫുൾ ടൈം ടീച്ചറായിട്ട് അവിടെ ജോലി ചെയ്യാണ്. കുറച്ചു നാൾക്ക് ശേഷം ബെൽജിയത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ട് സെങ്ങി വുയോനെ കാണാനായിട്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. അവൾ അവളുടെ കല്യാണത്തിന്റെ കാര്യം അറിയിക്കാനായിട്ടാണ് വന്നത്. വുയോൻ അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നെങ്കിലും കൂളാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഓ ശരിക്കും ആ കല്യാണത്തിന് കാർഡ് എന്തായാലും വെക്കാൻ മറക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ട് സെങ്ങീനെ അവിടുന്ന് വിടുന്നുണ്ട്. ഇവൻ എന്തായാലും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് സെങ്ങി അവനൊരു കാർഡ് അയക്കുന്നുണ്ട്. ആ ഇൻവിറ്റേഷൻ കാർഡ് കണ്ട അന്നത്തെ ദിവസം വെള്ളം അടിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ആകെ അലമ്പാക്കുന്നുണ്ട്. കല്യാണത്തിന്റെ സമയത്ത് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് അവര് പോകുന്നുണ്ട്. വെള്ളത്തിന്റെ നടുക്ക് അവൻ ഒരിക്കലും അങ്ങോട്ട് എത്താൻ പറ്റാത്ത രീതിയിൽ ആണ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന് എല്ലാവരുമായിട്ട് വെള്ളടിച്ച് കുറെ കഴിഞ്ഞ് ബോധം വരുമ്പോ അവന് കല്യാണത്തിന് പോകാൻ തോന്നും. അവർക്കിനി ആ വെള്ളത്തിൽ നിന്ന് കര കയറാനായിട്ട് ബോട്ടൊന്നും വരാത്ത പോലത്തെ ഒരു അവസ്ഥയിലാക്കിയിട്ടാണ് അവരുണ്ടായിരുന്നത്. അവിടുന്ന് വെള്ളത്തിൽ ചാടി നീന്തി കേറി അവസാനം കല്യാണത്തിന് വരുന്നുണ്ട്.
അവിടെ വന്നിട്ട് ഫ്രണ്ട്സിനെ ബ്രൈഡിന്റെ വെയിറ്റിംഗ് റൂമിലേക്ക് ആരെയും വരുത്താണ്ടിരിക്കാനായിട്ട് കാവല് നിർത്തിയിട്ട് വുയോൻ സ്വങ്ങിനെ കാണാൻ ചെല്ലുന്നുണ്ട്. ഇനിയിപ്പോ അവസാന നിമിഷം ഇവൻ എന്താ ചെയ്യാൻ പോണേന്ന് വിചാരിക്കുമ്പോ വുയോൻ അവിടെ ചെന്നിട്ട് അവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവൻ അന്ന് റിഗ്രറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞാലും അവന്റെ ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയത് അവളാണ്. അവളില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ കോളേജിൽ പോവാനോ ഇപ്പൊ ഒരു ടീച്ചറാണ് ആ ഒരു പോസ്റ്റിലേക്കൊന്നും അവൻ ഒരിക്കലും എത്തില്ലായിരുന്നു. അവൾ അവന്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ള കാര്യം വുയോൻ അവളോട് പറയുന്നുണ്ട്. സെങ്ങി ആയാലും അവളുടെ ലൈഫിൽ അവൾ ഒന്ന് ദിശ തെറ്റി പോകുന്നു എന്ന് തോന്നുന്ന സമയത്തൊക്കെ അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഹെൽപ്പ് കൊണ്ടാണ് അവൾ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്നത്. അവളും അവനോട് ഒരുപാട് താങ്ക്ഫുൾ ആയിരുന്നു അവളുടെ ലൈഫിൽ ഉണ്ടായതിന്. അങ്ങനെ അവന്റെ കംപ്ലീറ്റ് ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് അവള് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത് കാണിച്ചിട്ടാണ് കഥ അവിടെ അവസാനിക്കുന്നത്. ലൈഫ് ലോങ് ഒരാൾ കൂടെ ഉണ്ടായാൽ മാത്രമാണോ നല്ല റിലേഷൻഷിപ്പ് ആവുന്നത്? ഒരിക്കലും അല്ല. നമ്മളുടെ കൂടെ ആ ഒരാൾ ഉണ്ടായിരുന്ന ആ സമയത്തെ ആ ഒരു മൊമെന്റ്സ് നമ്മുടെ ലൈഫിനെ എങ്ങനെ മോൾഡ് ചെയ്യുന്നു എന്നുള്ളതിലല്ലേ കാര്യം.